മാതാപിതാക്കൾക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുത്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ഉറക്കത്തിനിടെ സംഭവിക്കുന്ന ഇത്തരം അപകടങ്ങൾ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ അത് വിളിച്ചു വരുത്തുക വലിയ അപകടങ്ങൾ തന്നെയായിരിക്കും. ഏറെ ദാരുണമായ ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ അമ്രോഹയിലെ ഗജ്റൌള മേഖലയിലെ സൂഫിയാൻ അസ്മ ദമ്പതികളുടെ ഏക മകനായ 1 മാസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞിനാണ് ദാരുണമായ മരണം സംഭവിച്ചിട്ടുള്ളത്. രാത്രി മാതാപിതാക്കൾക്ക് നടുവിലായാണ് ഈ കുഞ്ഞ് കിടന്നിരുന്നത്. ഇരുവരും ഉറങ്ങിയ ശേഷം അറിയാതെ തിരിഞ്ഞു കിടന്നപ്പോൾ ആ പിഞ്ചു കുഞ്ഞ് അവർക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുകയായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഉറക്കത്തിനിടെ പെട്ടെന്ന് യുവതി എഴുന്നേറ്റ് കുഞ്ഞിനെ നോക്കിയപ്പോഴാണ് അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ഇരുവരും ചേർന്ന് കുഞ്ഞിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ തന്നെ കുഞ്ഞിനെ ശ്വാസമെടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. പിന്നീട് മഞ്ഞപ്പിത്തവും ബാധിച്ചിരുന്നു. ശ്വാസം കിട്ടാതെയാണ് കുഞ്ഞിന്റെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. മുതിർന്നവർക്കിടയിൽ രാത്രി ഉറങ്ങാൻ കിടത്തുന്നത് ശ്വാസം മുട്ടാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതിനാൽ നവജാത ശിശുക്കളെ വേർതിരിച്ച് കിടത്തണമെന്ന് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ അമിത് വർമ്മ പറഞ്ഞു. സംഭവത്തിന്റെ ആഘാതത്തിൽ ആശുപത്രിയിൽ വെച്ച് മാതാപിതാക്കൾ തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായെങ്കിലും പിന്നീട് കുടുംബാംഗങ്ങൾ അവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു. മാതാപിതാക്കൾക്കിടയിൽ കുഞ്ഞുങ്ങളെ കിടത്തുന്നവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ടാകും. തിരിഞ്ഞു കിടക്കുമ്പോഴൊക്കെ കുഞ്ഞിന്റെ ശരീരത്തിൽ തട്ടുകയും പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായി കുഞ്ഞിനെ മാതാപിതാക്കളുടെ കിടക്കയിൽ കിടത്താതെ അതേ മുറിയിൽ തന്നെ ഒരു ചെറിയ തൊട്ടിലിലോ പ്രത്യേക കിടക്കയിലോ കിടത്തുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അതുപോലെ തന്നെ മാതാപിതാക്കൾ അമിതമായ ക്ഷീണത്തിലായിരിക്കുമ്പോഴോ ഉറക്കം വരാനുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴോ ഒരു കാരണവശാലും കുഞ്ഞിനെ കൂടെ കിടത്തരുത്. മിക്ക വിദേശ രാജ്യങ്ങളിലും ആശുപത്രിയിൽ നിന്നും കുഞ്ഞുമായി വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ സേഫ് സ്ലീപ്പ് ക്ലാസുകൾ മാതാപിതാക്കൾക്ക് നിർബന്ധമായി നടത്താറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനായി സുരക്ഷിതമായ തൊട്ടിൽ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ പല സന്ദർഭങ്ങളിലും ഡിസ്ചാർജ് വരെ അവർ നൽകാറുള്ളൂ. ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നമ്മുടെ നാട്ടിലും അത്യാവശ്യം തന്നെയാണ്. മാതാപിതാക്കളുടെ സാമീപ്യം കുഞ്ഞിന് എപ്പോഴും ആവശ്യമാണ്. എന്നാൽ അത് കുഞ്ഞിന്റെ ജീവന് ഭീഷണിയാകാത്ത രീതിയിലായിരിക്കണം എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഉറങ്ങുന്നതിനേക്കാൾ പ്രധാനം കുഞ്ഞ് സുരക്ഷിതമായി ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.